വൈദ്യുതി ചാർജ് വർധനവിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മുക്കടയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കുണ്ടറ വൈദ്യുതി ഓഫീസിന് മുന്നിൽ സമാപിച്ചു. വൈദ്യുതി നിരക്ക് വർധനവിൽ പ്രതിഷേധിച്ചാണ് കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. മുക്കടയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കുണ്ടറ വൈദ്യുതി ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ KPCC സെക്രട്ടറി സൂരജ് രവി ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും അറിയാം, +2-ന്റെയും 10ാം ക്ലാസിന്റെയും ചോദ്യപേപ്പർ തലേ ദിവസം യൂട്യൂബിൽ വരുന്ന സ്ഥിതിവിശേഷം. ഞാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. അയാളെയൊക്കെ പൊതുവിദ്യാഭ്യാസ അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയെ ആക്കിയ ആളുകളെ വേണം പറയാൻ. ഒരക്ഷരം തെറ്റാതെ നോക്കി വായിക്കാൻ, അക്കങ്ങൾ നോക്കി വായിക്കാൻ പോലും അറിയാത്ത ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പായാലും പൊതുവിദ്യാഭ്യാസ വകുപ്പായാലും ഇന്ന് ആന കയറിയ കരിമ്പിൻ തോട്ടം പോലെ ആയിരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് രാജു ഡി പണിക്കർ അധ്യക്ഷത വഹിച്ചു. പാവപ്പെട്ട ജനങ്ങൾക്ക് താങ്ങാൻ കഴിയാത്ത നിലയിൽ വലിയ വർധന ഉണ്ടായിരിക്കുന്നു. ഇവിടെ നോക്കാനും ഇവിടെ നേതൃത്വം കൊടുക്കാനും ഒരു ഗവൺമെന്റ് ഉണ്ടോ എന്നൊരു സംശയത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി സഖാവ് വിജയൻ, അതേപോലെ വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി അടക്കമുള്ള സംസ്ഥാനത്തെ 10-20 മന്ത്രിമാർ ജനങ്ങളെ കൊള്ളയടിക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആന്റണി ജോസ്, കുരിപ്പള്ളി സലീം, K ബാബുരാജൻ, പെരിനാട് മുരളി, കുണ്ടറ സുബ്രഹ്മണ്യം, KC വരദരാജൻ പിള്ള, സിന്ധു ഗോപൻ, വിനോദ് കുമാർ, M ജയശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സംസ്ഥാനത്തിലെ ഒരു മന്ത്രിയാണോ ഈ പറയുന്നതെന്നൊക്കെ ആലോചിച്ചാൽ ഈ രാജ്യത്ത് വിദ്യാസമ്പന്ന രാഷ്ട്രീയ പ്രവർത്തകരില്ലേ? അത് മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ടല്ലോ. നമുക്കറിയാവുന്ന എത്രയോ പേരുണ്ട് വിദ്യാസമ്പന്നർ, നല്ലതുപോലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതൊന്നുമില്ല. നമ്മുടെ പിണറായി അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും മരുമോനും സ്വന്തക്കാർക്കും മാത്രമായി വിഭജിച്ച് വെച്ചിരിക്കുകയാണ് ഈ ഭരണങ്ങൾ മുഴുവൻ. 25 വർഷത്തേക്കുള്ള ദീർഘദൂരമായ ഒരു കരാർ ഒപ്പിട്ടിരുന്നു. 4 രൂപ 29 പൈസയ്ക്ക് യൂണിറ്റിന് വൈദ്യുതി വാങ്ങി കേരളത്തിലെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാനുള്ള ആ കരാർ 2021 ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ഗവൺമെന്റ് 2023 ആ കരാർ അവസാനിപ്പിച്ചു. കരാർ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? 8 രൂപ മുതൽ 12 രൂപ വരെ യൂണിറ്റിന് കൊടുത്തുകൊണ്ട് അദാനിയെ, അംബാനിയെ പോലുള്ള മുതലാളിമാരെ സന്തോഷിപ്പിക്കുവാൻ, അവർക്ക് കോടിക്കണക്കിന് രൂപ ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കരാറിനെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഈ കരാർ ഉണ്ടാക്കിയപ്പോൾ അതിലൂടെ കോടികൾ സമ്പാദിക്കുവാൻ ഇവിടുത്തെ മുതലാളിമാരായ അദാനിക്കും അംബാനിക്കും പണമുണ്ടാക്കുവാനുള്ള വിദ്യയായി പിണറായി ഗവൺമെന്റ് കഴിഞ്ഞ പ്രാവശ്യമുണ്ടാക്കി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.